കമ്മിറ്റി റിപ്പോർട്ടിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് മലയാള സിനിമയിൽ പിടിമുറുക്കിയ ലഹരി മാഫിയയെക്കുറിച്ച്. മദ്യപാനത്തിനും ലഹരി ഉപയോഗത്തിനും ശേഷമാണ് സ്ത്രീകൾക്കെതിരെ സെറ്റുകളിൽ ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്നതെന്നും പല യുവനടന്മാരുടെയും ലഹരി ഉപയോഗം കണ്ടെത്തിയതുമാണ്. പീഡന കേസുകളിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം വന്നിട്ടും ലഹരി കേസുകളിലെ അന്വേഷണത്തെക്കുറിച്ച് സർക്കാർ പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല. ലഹരി നുരയുന്ന സിനിമ പാക്കപ്പ് പാർട്ടികളെക്കുറിച്ച് ഈ നാട് മുഴുവൻ അറിഞ്ഞിട്ടും പരിശോധനകളൊന്നും നടക്കാറില്ല. ഷൂട്ടിംഗ് സെറ്റുകളും കാരവാനുകളിലും ഷാഡോ പോലീസിനെ വെക്കുമെന്ന പ്രഖ്യാപനം പോലും പൊള്ളവാക്കായി. സിനിമയിൽ ലഹരി പരിശോധനയ്ക്ക് ഈ അപ്രഖ്യാപിത വിലക്ക് നിലനിൽക്കെയാണ് പുതിയ കഞ്ചാവ് കേസിൽ താരങ്ങളുടെ പേരുകൾ പുറത്തുവരുന്നത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവിൽ കുരുങ്ങാൻ പോകുന്ന വലിയ താരങ്ങൾ ആരൊക്കെയാകും? മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയ്ക്കുള്ള മലയാള സിനിമാ ബന്ധം ഷൈൻ ടോം ചാക്കോയിലും ശ്രീനാഥ് ഭാസിയിലും തീരില്ല എന്ന് എക്സൈസ് അടിവരയിട്ട് വ്യക്തമാക്കുന്നു. ഈ രണ്ട് താരങ്ങളുടെ തസ്ലീമയുമായുള്ള ഫോൺ ചാറ്റുകളും വിരൽ ചൂണ്ടുന്നത് സിനിമയുടെ വലിയ കണ്ണികളിലേക്കാണ്. മലയാള സിനിമയിലെ ലഹരി ബന്ധം ഓരോ തവണയും ആരോപിക്കപ്പെടുമ്പോഴും അതെല്ലാം നിഷേധിച്ച് രംഗത്ത് വരുന്ന പ്രമുഖർ ഇത് കേൾക്കുന്നുണ്ടോ? ഇനി മലയാള സിനിമ ഇൻഡസ്ട്രി കുലുങ്ങാൻ പോകുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയുടെ ബാക്കി പത്രങ്ങളിലാകുമോ? സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം തടയാൻ സമിതിയെ വെക്കുമെന്ന് ഒരാഴ്ച മുൻപ് പറഞ്ഞ ഫെഫ്കെ അടക്കം കാണുന്നുണ്ടോ കഞ്ചാവ് വേട്ടയിൽ കുരുങ്ങുന്ന താരങ്ങളുടെ പട്ടിക? ലഹരി വേട്ടയ്ക്ക് വിലക്കിടുന്ന സെറ്റുകളിലേക്ക് ഇനി ധൈര്യപൂർവ്വം എത്തുമോ അന്വേഷണ സംഘങ്ങൾ? കണ്ടറിയണം.